الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് നമ്മളെല്ലാം ജീവിക്കണം. അള്ളാഹുവിൻ്റെ വസിയ്യത്താണ്. ആ വസിയ്യത്ത് ജീവിതത്തിൽ പാലിക്കാനുള്ള, പുലർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് സൂറത്തു അൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ ഇബാദുകളെക്കുറിച്ച്, ഇബാദുർ റഹ്മാനെക്കുറിച്ച്, പരമകാരുണ്യകരായ അള്ളാഹുവിൻ്റെ സദ്വൃത്തരായ ദാസന്മാരെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രയോഗിക്കുന്നവരായിരിക്കും. സദ്വൃത്തരായ അള്ളാഹുവിൻ ദാസന്മാർ പ്രാർത്ഥിക്കുമെന്നാണ്. വല്ലദീന യഖൂലൂന, അവർ പറയും, പ്രാർത്ഥിക്കും. റബ്ബനാ എന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ റബ്ബേ. എന്നിട്ട് പറയുന്ന പ്രാർത്ഥന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ മക്കളിൽ, സന്താനങ്ങളിൽ, ഞങ്ങളുടെ ഇണകളിലൊക്കെ ഞങ്ങൾക്ക് നീ ഖുർറത്തു അഅ്യുൻ നൽകണമേ, കൺകുളിർമ നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമെന്നതാണ്. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നും അവർ പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരുടെ മുന്നിൽ ഞങ്ങളുണ്ടാകും, അങ്ങനെ ഒരു യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ എന്നവർ പ്രാർത്ഥിക്കും. അതാണ് വജഅൽന, ഞങ്ങളെ ഉൾപ്പെടുത്തണമേ, ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക് ഇമാമൻ, ഇമാമായി ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു, അവർ ക്ഷമയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ,
അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രമത്തിന്റെ ഭാഗമായി അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം സ്വർഗീയ ആരാമങ്ങളിലെ മണിമേടകളായിരിക്കും, അവിടുത്തെ സുന്ദരമായ ഉറഫത്തുകളായിരിക്കും, റൂമുകളായിരിക്കും അല്ലാഹു പറയുന്നു. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. ആ സ്വർഗീയ ആരാമങ്ങളിൽ തഹിയ്യത്തുണ്ടാകും, നല്ല അഭിവാദ്യനത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവിടെ സ്വീകരിക്കുമെന്നർത്ഥം. അതേപോലെ സമാധാനത്തിൻ്റെതായ ഒരു ജീവിത ചുറ്റുപാട്, സമാധാനത്തിൻ്റെതായ ഒരു ജീവിത ചുറ്റുപാട് അവർക്കവിടെ ഉണ്ടാകും എന്നല്ലാഹു പറയുന്നു. മാത്രമല്ല ആ സ്വർഗലോകത്ത് ഖാലിദീന ഫീഹ, അവരവിടെ എന്നും അവർക്കവിടെ താമസിക്കാൻ പറ്റും. അത് അവർക്കുള്ള ഏറ്റവും നല്ല മുസ്തഖറാണ്, നല്ല സ്ഥിരവാസ യോഗ്യമായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അന്നാണ്. അങ്ങനെ എന്നെന്നും താമസിക്കാൻ പറ്റിയ ഒരു സ്വർഗീയ ആരാമങ്ങളിൽ അവർ ആ സ്വർഗലോകത്തുണ്ടാകും എന്ന് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഒരുപാട് കേട്ട് പരിചയിച്ചു പോന്നിട്ടുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരു ആയത്തുകൾ തന്നെയാണ് ഈ ആയത്തുകളൊക്കെയും എന്നറിയാം. എന്നാൽ ഈ സന്ദർഭം ഈ ആയത്തുകളുടെ പ്രസക്തിയെ വിളിച്ചു പറയുന്നുണ്ട്. സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഇപ്പൊ മക്കള് നമുക്ക് യോഗ്യരായി കിട്ടണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ യോഗ്യരായി കിട്ടുന്ന മക്കള് നമുക്കുണ്ടാകണം. നമ്മുടെ ഇണകൾ അങ്ങനെയാകണം. ആണാണെങ്കിലും അവന്റെ ഇണകൾ, സ്ത്രീയാണെങ്കിൽ അവരുടെ ഇണകളൊക്കെയും ഏറ്റവും യോഗ്യരായി കിട്ടണം എന്നുള്ളതാണ്. അപ്പോ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളുണ്ടാവുക, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളുണ്ടാകുക, ആ രീതിയിൽ മക്കൾക്ക് വളരാൻ സാധിക്കുക. അങ്ങനെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തൃപ്തി, ആ തൃപ്തി അടയുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാകുന്നു അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ള കൺകുളിർമ എന്ന് പറയുന്നത്. ആ ഒരു കൺകുളിർമ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ളത്. അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ നല്ല ദാസന്മാർ അങ്ങനെ പ്രാർത്ഥിക്കുമെന്നതാണ്. നിങ്ങൾ നോക്കൂ, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ പേരാണ്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ഉണ്ടാകുന്നത് അത്യന്താപേക്ഷിതമായ ഒരു സമയത്താണ് എന്ന് പറയാനാണ് ജാഹിലിയത്തിന്റെ അന്നത്തെ അവസ്ഥയെ ആ മഹാനായ സ്വഹാബി എടുത്തു പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇരുട്ട് പരണ്ട വിശ്വാസ രംഗത്തും അതേപോലെ തന്നെ ധാർമ്മിക രംഗത്തും ഇരുട്ട് പരണ്ട ഒരു ജീവിതം, അങ്ങനെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരു പ്രവാചകന്റെ ആവശ്യം അത്രമേലുണ്ട് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നു. ആ ഒരു സാഹചര്യത്തിലാകുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടാകുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലേക്ക് വന്നിട്ട് സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫുർഖാനുമായി കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ ആ ആദർശം, പ്രവാചകൻ പ്രബോധനം ചെയ്ത ഒരു ആദർശമില്ലേ, ആ ആദർശം സ്വീകരിച്ചപ്പോൾ ആ ആദർശത്തിന്റെ പേരിൽ ഉണ്ടായതായ ഒരു വലിയ മാറ്റം, മാതാപിതാക്കൾ മക്കൾ എന്നുള്ള നിലക്ക് ആദർശത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിൽ അവർ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആദർശം സ്വീകരിച്ചവരായ മാതാപിതാക്കളുണ്ടായി, മക്കൾ സ്വീകരിച്ചില്ല, മക്കളെ മാറ്റി നിർത്തി. മക്കളെ വേണ്ടെന്ന് വെക്കുന്ന ഈ ആദർശത്തിൽ അവർ തങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ അവർ കൂടെ വേണ്ട, അതല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, അത് വേറെ വിഷയമാണ്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്നുള്ള ആയത്തിൽ അത് ഉണ്ടിരിക്കട്ടെ. അത് മക്കൾ സ്വീകരിക്കുന്നു, മാതാപിതാക്കൾ സ്വീകരിക്കാതെ പോകുന്നു, ഈ ആദർശം സ്വീകരിക്കാതെ പോകുന്നു എങ്കിൽ ഈ വിഷയത്തിൽ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഈ വിഷയത്തിൽ അവർ തങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ അവരെ വേണ്ടെന്ന് വെക്കാൻ, ആ വിഷയത്തിൽ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്ന രീതിയിൽ ആദർശപരമായ ഒരു ശക്തിയും ഓജസ്സും ശക്തിയും അവർ ആർജിച്ചെടുത്ത ഒരു നിലപാട്, ആ നിലപാട് അവരെ കൊണ്ടെത്തിച്ചതാകുന്നു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എന്നുള്ള നിലപാട്.
ആ പ്രാർത്ഥനയാണ് സത്വൃത്തരായ അള്ളാഹുവിൻ ദാസന്മാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കാരണം അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മക്കളില്ലാത്ത ഒരു സ്വർഗത്തെക്കുറിച്ച് സങ്കടപ്പെടേണ്ടി വരികയാണ്. മക്കളില്ലാത്ത ഒരു അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവരുടെ കൂടെ തങ്ങളുടെ ഇണകളില്ലാത്ത, തങ്ങളുടെ കുടുംബങ്ങളില്ലാത്ത, തങ്ങളുടെ മക്കളില്ലാത്ത ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് സങ്കടപ്പെടുന്നിടത്താണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു നല്ല ദാസന്മാര് പ്രാർത്ഥിക്കുന്നത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സ്വർഗം കൊടുക്കുകയും ചെയ്യും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം, ആ വാഗ്ദാനം ഉൾക്കൊള്ളുന്ന ആയത്തുകളും നമ്മൾ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മക്കൾ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാകുന്ന രീതിയിൽ അവർ ജീവിക്കുക എന്നുള്ളത്, അങ്ങനെ ഈമാനും ഇസ്ലാമും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതാവസ്ഥയുടെ സുഗന്ധം മക്കളിൽ, കുടുംബത്തിലൊക്കെ പരക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു കൺകുളിർമ എത്ര വലിയ ഒരു കാര്യമാണ്. അതാണല്ലോ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തണം, നമ്മുടെ കുടുംബങ്ങൾക്ക് എത്തണം. കുടുംബങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തു തഹരീമിന്റെ ഒരായത്തുണ്ടല്ലോ, ആ ആയത്തിലെ കാര്യങ്ങൾ നമ്മൾ പ്രയോഗവൽക്കരിക്കണം. അല്ലാഹു എന്താ ആയത്തിൽ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നരകത്തിന്റെ തീയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം എന്നുള്ളതാണ്. അഥവാ മക്കൾ നരകത്തിലായി പോകാൻ പാടില്ല, കുടുംബങ്ങൾ നരകത്തിലായി പോകാൻ പാടില്ല, നിങ്ങളും നരകത്തിലായി പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടാകണം, അങ്ങനെ ഒരു വിഖായത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, നരകരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും തൊട്ടുടനെ അല്ലാഹു ആ ആയത്തിൽ ചേർത്ത് പറയുന്നത് നരകം നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ വിശദീകരണമാണ് വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യന്മാരും കല്ലുകളുമായിരിക്കുമല്ലോ. അവിടെ അള്ളാഹുവിന്റെ കാവൽക്കാരായ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഊക്കന്മാരായ മലക്കുകളാണ്, ശക്തന്മാരായ മലക്കുകളാണ്, പരുക്കന്മാരായ മലക്കുകളാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, ശക്തിയുള്ള പരുക്കന്മാരായിട്ടുള്ള മലക്കുകൾ അവിടെ കാവൽക്കാരായിട്ടുണ്ടാകും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു അവരോട് എന്താണോ കൽപ്പിച്ചത് കൽപ്പന പ്രകാരം അവർ നിറവേറ്റും, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ എതിര് പ്രവർത്തിക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ നരകത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച്, അതിന്റെ കാവൽക്കാരായ മലക്കുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞു തരികയും നമ്മോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മുൻപിലേക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്നോ, നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ നരകത്തിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം, നിങ്ങളുടെ മക്കളെ രക്ഷിക്കണം, കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ളതൊക്കെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ആമുഖം എന്നുള്ള നിലക്ക് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കണം, ആമുഖം നിസ്സാരമാക്കാനുള്ളതല്ല. എന്നാൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണോ, ഇത് നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ വേനൽക്കാല അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വേനൽക്കാല അവധിയിലേക്ക് മക്കൾ പ്രവേശിച്ച ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എങ്കിൽ ഓർക്കേണ്ടത്, ഇനി ഏകദേശം 2 മാസക്കാലം നമ്മളുടെ മക്കളുടെ വെക്കേഷൻ സമയം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുസ്സിലെ ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും, കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനങ്ങളും, ഓരോ പകലുകളും രാത്രികളിലും, അതിലുള്ള ഓരോ സമയങ്ങളും, അത് സെക്കൻഡുകൾ കണക്ക് എന്ന് നമുക്ക് പറയാം, അതൊക്കെയും അള്ളാഹുവിന്റെ സമ്മാനമാണ്. അത് അള്ളാഹുവിന്റെ സമ്മാനമായി കാണണം. കണ്ടിട്ടില്ല എങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എനിക്ക് എന്റെ സമയം, എന്റെ ദിവസങ്ങൾ, എന്റെ പകലുകൾ, എന്റെ രാത്രികൾ എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുള്ള സമ്മാനമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയും എനിക്ക് റബ്ബിന്റെ തൃപ്തിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് ചിന്തിക്കാനാകും. അതേപോലെ തന്നെ റബ്ബിന്റെ ദേഷ്യത്തിനും കോപത്തിനും റബ്ബിന്റെ ശിക്ഷക്കും നിമിത്തമാകുന്ന കാര്യങ്ങളിലേക്ക്
സമയത്തേക്ക് എനിക്ക് ഈ സമ്മാനങ്ങൾ റബ്ബ് തന്നിട്ടുള്ള എന്റെ സമയമാകുന്ന സമ്മാനം അത് ഞാൻ ദുർവിനിയോഗം ചെയ്തുകൂടാ എന്ന് ആലോചിക്കാൻ കഴിയും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ആയുസ്സാവട്ടെ, നമ്മുടെ സമയമാകട്ടെ നിഷ്ഫലമാക്കി കളയുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ നിഷ്ഫലമാക്കി കളയുന്നിടത്താണോ നമ്മുടെ സമയത്തിന്റെ കാര്യത്തിലുള്ളത്, ദുർവിനിയോഗമാണോ ഉള്ളത്? കാരണം വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് തിരിച്ചുവിടുന്നത് എന്നിടത്താണ് നമ്മുടെയും നമ്മുടെ മക്കളുടെയും കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ സമയത്തെ എങ്ങനെ, ഈ സമ്മാനത്തെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള ആലോചന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ മിമ്പറിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിഅമത്താൻ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധിക പക്ഷം ആളുകളും അശ്രദ്ധരാണെന്ന്. മഗ്ബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ്, അധിക പക്ഷം ആളുകളും അതിൽ അശ്രദ്ധരാകുന്നു. എന്നിട്ട് ആ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒന്ന് അസ്വിഹത്താണ്, അവർക്ക് ആ മനുഷ്യന്മാർക്ക് ഈ ഭൂരിഭാഗം ആളുകൾക്കും കിട്ടിയിട്ടുള്ള ആരോഗ്യമാണ്. രണ്ടാമത്തേത് അൽവൽ ഫറാഗ്, ഫറാഗ് ആകുന്നു, അഥവാ ഒഴിവ് വേളയാകുന്നു, വെക്കേഷൻ ആകുന്നു. വെക്കേഷൻ ഒഴിവുവേളയാകും. ഈ വെക്കേഷൻ ഒഴിവുവേളയാണെന്ന് പറയും. മക്കൾക്ക് ഒഴിവുവേള കിട്ടിയിട്ടുണ്ട് എന്നുള്ള നിലക്ക് ജോലിയിൽ ഉള്ളവരായ ആളുകൾ പോലും, ഇപ്പൊ അധ്യാപകർ ഒരു വേള ജോലിയില്ലാത്തവരായിരിക്കും, ഒരു വേള കുറച്ചൊക്കെ, എന്നാൽ ഡ്യൂട്ടികൾ ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും കുറെ സമയം ഒഴിവ് എന്നുള്ള നിലക്ക് അതിനെ വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും. ജോലിയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും മക്കൾക്ക് വേണ്ടി ഒഴിവുണ്ടാക്കാൻ വേണ്ടി ലീവ് എടുക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നിട്ടോ എന്തു ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് ഇതൊക്കെ അള്ളാന്റെ സമ്മാനമാണ് എങ്കിൽ എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുള്ള സമ്മാനമാകുന്നു എന്റെ സമയം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം റബ്ബിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഈ സമയത്തെ വിനിയോഗിക്കാൻ, ഈ സമയത്തെ ദുർവിനിയോഗിക്കാൻ നമ്മൾ ആരും മെനക്കെടുകയില്ല. പക്ഷെ ഉണ്ടായിക്കൊണ്ടിരിക്കണതോ? നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ തന്നെയും ഇത്രയും ദിവസങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ വെക്കേഷൻ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളടക്കം ഈ ദിവസങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? നമ്മൾ ഒഴിച്ചിട്ട് മൊബൈൽ അവരുടെ കയ്യിലേക്ക് കൊടുത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ഒരുപാട് സമയം ഗെയിം കളിച്ചും ഇങ്ങനെ സമയത്തെ കൊന്നു തീർക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായത്. ആലോചിക്കേണ്ടതുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ കുഞ്ഞു മക്കൾ നമ്മൾ ആലോചിക്കണം. നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, നമ്മൾക്ക് വലിയ ഉത്തരവാദിത്വം ുണ്ട്. നിങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങൾ വളർന്നു വരിക തന്നെ ചെയ്യും. വളർന്നു വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാലത്തിന്റെ അത്യാവശ്യമാണ്. നിങ്ങൾ വളർന്നു വരികയും വേണം. പക്ഷെ വളർന്നു വരുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് സുഖിയന്മാരും അലസന്മാരുമായി കൊണ്ട് കഴിയാൻ വേണ്ടി നിങ്ങളുടെ ഉപ്പമാര് ഒഴിച്ചിട്ട് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഉമ്മമാര് അവരുടെ കയ്യിൽ നിർബന്ധപൂർവ്വം വാങ്ങിയിട്ടുള്ള ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് സമയത്തെ നിങ്ങൾ വെറുതെ തിന്നു തീർക്കുകയാണ്. അത് നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ ഖേദിക്കേണ്ടി വരും. ഖേദം രണ്ട് രീതിയിൽ വരും. പ്രധാനമായും രണ്ട് രീതി എന്ന് പറയും. ദുനിയാവിൽ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടാത്ത വണ്ണം, എന്തിന് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു ലക്ഷ്യം എന്തെന്നത് പോലും അറിയാത്ത വണ്ണം നമ്മൾ ഒന്നിനും പറ്റാത്തവരായിട്ട് മാറും. അതുണ്ടായിക്കൂടാ. രണ്ടാമത്തേത്, നാളെ റബ്ബിന്റെ അടുക്കൽ ഇതിന്റെ പേരിൽ നഷ്ടം നമുക്ക് വല്ലാത്ത ഒരു ഖേദം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മക്കൾക്കും ഈ വിഷയത്തിൽ ബോധമുണ്ടാകണം. ഈ ഇരിക്കുന്ന മക്കൾക്ക് ഉണ്ടാകണം, ഈ ഒരു ശബ്ദത്തിലുണ്ടാകണം. അതേപോലെ തന്നെ ശബ്ദം എന്ന് പറയുന്നത് എന്റെ ഈ ശബ്ദമല്ല, അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു തരുന്ന ശബ്ദമാണ് ഇത്. ആ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ സമയത്തെ വെറുതെ ഇങ്ങനെ തൊലച്ച് കളയാനുള്ളതല്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ടാകും. ആ ഹദീസിൽ കാണാം, രക്ഷിതാക്കളോട് അല്ലെങ്കിൽ എല്ലാ ആളുകളോടും അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണത്. ഹദീസ് മനസ്സിൽ ഒരു വേള വന്നിട്ടുണ്ടാകും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നുള്ളതാണ്. തുടക്കം അങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. ഓരോരുത്തരും അവരവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. റബ്ബിന്റെ മുൻപിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടായിട്ട് എന്തു ചെയ്തു? നിങ്ങൾക്ക് ഈ സമയം കിട്ടിയിട്ട് എന്തു ചെയ്തു? നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടിയിട്ട് എന്തു ചെയ്തു എന്നിങ്ങനെ ചോദിക്കും. അത് ചോദിക്കാതെ യൗമുൽ ഖിയാമയിൽ അവരുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ, ഒരടി മുന്നോട്ട് വെക്കാൻ,
ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ എന്നാണ് ആ ഹദീസിലെ പ്രയോഗം. 2 കാൽപാദങ്ങൾ അതിൽ ഒന്ന് മുന്നോട്ട് വെക്കാൻ പോലും അള്ളാഹു അനുവദിക്കൂല എന്നാണ്. എന്തിന്റെ പേരിൽ? നമുക്ക് കിട്ടിയിട്ടുള്ള സമയമാവട്ടെ, സന്ദർഭമാവട്ടെ, ആരോഗ്യമാവട്ടെ, ഒഴിവേളകളാകട്ടെ, ഇങ്ങനെ പോകുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഒരു ഹദീസിൽ 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു, മറ്റൊരു ഹദീസിൽ 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ആ 5ഉം ആ 4ഉം എന്നൊക്കെ പറയുന്നത് പ്രതീകാത്മകമായ പ്രയോഗങ്ങൾ മാത്രമാകുന്നു. ചുരുക്കത്തിൽ റബ്ബ് തന്നിട്ടുള്ള, റബ്ബിന്റെ മുൻപിൽ നമ്മൾക്ക് സമാധാനം ബോധിപ്പിക്കേണ്ടതായ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. ആ അനുഗ്രഹങ്ങളൊക്കെ എന്തിന് വിനിയോഗിച്ചു എന്നുള്ളത് റബ്ബ് ചോദിക്കും. കൃത്യമായ ഉത്തരം ബോധിപ്പിച്ചിട്ടേ ഒരടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ യൗമുൽ ഖിയാമയിൽ നമ്മൾ അനുവദിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മ വേണം. കുല്ലുക്കും റാഇൻ എന്ന് പറയുന്ന ആ ഹദീസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ ഒരാൾ അയാളുടെ കാൽപാദങ്ങൾ മുന്നോട്ടങ്ങോട്ട് ചലിപ്പിക്കണമെങ്കിൽ യൗമുൽ ഖിയാമയിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലും ഒരു തണല് കിട്ടിയെങ്കിൽ അങ്ങോട്ട് നീങ്ങാമായിരുന്നു എന്ന് ആലോചിക്കുന്ന സമയം, മനുഷ്യന്മാരുടെ അധ്വാന ഫലത്തിന്റെ ഫലമായിക്കൊണ്ട്, അധ്വാന ഫലത്തിന്റെ ഗുണമായിക്കൊണ്ട് അവർ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നവർ, ഒരു ചാൺ ഉദയത്തിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപത്തിന്റെ ചുവട്ടിൽ അവർക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് തണൽ കിട്ടിയെങ്കിൽ ഒന്ന് കൊതിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും. അവിടെ ഒരടി അങ്ങോട്ട് മുന്നോട്ട് വെക്കണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യമുണ്ട്, എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കും. തൊലച്ചു കളഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കും. നിങ്ങളുടെ സമയമുണ്ട്, ആ സമയം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലും 5ലും 6ലും ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന, മുതിർന്ന ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ആലോചിക്കുക. രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ സമയത്തെ, അള്ളാഹു തന്ന ഈ സമയത്തെ, ഈ സമ്മാനത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു? നാളെ റബ്ബിന്റെ കോടതി എത്തുമ്പോൾ നമുക്ക് കുടുങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കണം തിരിച്ചുവിടേണ്ടത് എന്നുള്ളത് ആലോചിക്കണം. അപ്പൊ പിന്നെ എന്താണ്? പിന്നെ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ ഒരു കാര്യബോധം, പ്രാപ്തിയൊക്കെ എത്തുമ്പോൾ അവർ നന്നായിക്കോളും എന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? ആലോചിക്കണമല്ലോ. ന്യായമുണ്ടോ? അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുമല്ലോ. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? ഒരു ഹദീസ് പ്രകാരം, ഒരു ചരിത്രരേഖ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം കേവലം 13 വയസ്സ്. അങ്ങനെയുള്ള പ്രായത്തിന്റെ മുൻപേ തന്നെ ഗുലാം എന്ന് വിളിച്ചുകൊണ്ട്, യാ ഗുലാം, ഗുലാം എന്നുള്ള ആ അറബി വാക്കിൽ തന്നെ വരുന്ന പ്രായം 7നും 13നും ഇടയിലുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പ്രായമാണത്രേ, ഒരു പേരാണത്രേ ഗുലാം എന്നുള്ളത്. അപ്പോ ആ ഗുലാം എന്നുള്ള വിളിയോടുകൂടി, അഭിസംബോധനയോടുകൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന സംസാരത്തിൽ കാണാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ചെറിയ കുഞ്ഞിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ സാധാരണ പറയും കുഞ്ഞല്ലേ, ബദൂർ, കൊച്ചുകുട്ടികളല്ലേ, അവർ കാര്യം എത്തുമ്പോൾ, കാര്യം തിരിയുമ്പോൾ, അവർക്ക് പ്രാപ്തി എത്തുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അങ്ങനെയാകണമെങ്കിൽ നമ്മൾ കുഞ്ഞുനാള് മുതൽ തന്നെ അവരുടെ കൃത്യമായിക്കൊണ്ട് ലക്ഷ്യം എന്ത് നിർണയിച്ചു കൊടുത്ത് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാധിച്ചിട്ടില്ല എങ്കിൽ വളരെ വലിയ വില നമ്മൾ അതിന്റെ പേരിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുയോജ്യമായ രീതിയിൽ അത് എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പറയുകയുമാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിന്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വീടിന്റെ അന്തരീക്ഷം, മക്കളുടെ കാര്യത്തിൽ നമ്മൾ എത്രമേൽ ജാഗ്രത കാണിക്കുന്നു, നമ്മുടെ കാര്യത്തിൽ നമ്മൾ എത്ര ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ്, അനുഗ്രഹം അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين
വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് വിഷയത്തിൻ്റെ ഗൗരവം എത്രയാണ് എന്നുള്ളത് ഓർക്കാൻ കഴിയുമല്ലോ. കാരണം വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് തരത്തിൽ അധർമ്മങ്ങളിലേക്ക്, അത് വീട്ടിലിരുന്നു കൊണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടും ഓരോ പ്രായത്തിലുള്ളവർ അവരവരുടേതായ തോതനുസരിച്ചും അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ടും ഒക്കെ തന്നെ സമയത്ത് തുലച്ചു കളഞ്ഞുകൊണ്ടും വൃത്തികേടുകളിൽ ഏർപ്പെട്ടുകൊണ്ടുമൊക്കെ ഒരു വല്ലാത്ത ഒരു ചുറ്റുപാട് നിറഞ്ഞ ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പുറത്തിറങ്ങിക്കണ്ടാൽ കാണുന്ന എത്രയോ ആണാവട്ടെ, പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, ഇങ്ങനെ ഈ ഒരു നമ്മൾ പറയുന്ന സംഗതി തേരാപാര എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, അതിൽ പലതും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രത കാണിക്കണം. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു മക്കൾക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ എന്തായാലും വെക്കേഷനാണ്. വെക്കേഷൻ ആകുമ്പോൾ അവർ കളിക്കണം. പക്ഷേ കളി എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധയില്ലാത്ത ഒരു കളി, നമ്മളുടെ കണ്ണെത്താത്ത ഒരു കളി, നമ്മുടെ കയ്യിൽ നിന്ന് യഥേഷ്ടം പണം അവരുടെ കൈകളിലേക്ക് എത്തിക്കുകയും എന്നിട്ട് എന്തും വാങ്ങിത്തിന്നാം എന്നുള്ള നിലക്ക് ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള, ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പല കടകളിലും കിട്ടും. അപ്പൊ അതിനു വേണ്ടിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടും അല്ലെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് എത്തിച്ചു കൊടുത്തിട്ടും അവരങ്ങനെ തിന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് നിന്ന് ഒരു പാക്കറ്റ് വാങ്ങുന്നു, അത് തിന്നു കഴിയുന്നു, പിന്നെ വേറൊരു കടയിൽ കയറുന്നു, അവിടെ നിന്നും തിന്നുന്നു എന്നിങ്ങനെ ആകുകയും എന്നിട്ട് പലതരത്തിൽ അസുഖങ്ങളായിക്കൊണ്ട് ഹോസ്പിറ്റലുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ വേണം. അതൊരു ഭാഗം. കാരണം ആരോഗ്യം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് മക്കളുടെ കാര്യത്തിൽ മക്കൾ കാര്യപ്രാപ്തി എത്തുന്നതിന്റെ മുൻപാണെങ്കിൽ നമ്മൾ ആ ചോദ്യം അനുഭവിക്കേണ്ടി വരൂലേ? തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത വേണം. പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെയും ആലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പ്രായോഗികമായി കൊണ്ട് ചിന്തിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മഹാനായ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ എന്ന് പറയുന്ന ജുൻദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഇരിക്കുന്ന കാലഘട്ടത്തിലെ പ്രായം പറയുന്നുണ്ട്. പ്രായം പറഞ്ഞപ്പോൾ ഗിൽമാനുൻ ഹസാവിറത്തുൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു പ്രായമാകുന്നു അത്. നേരത്തെ പറഞ്ഞല്ലോ 7 മുതൽ 13 വയസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം. ആ ഒരു പ്രായത്തിലുള്ള ഞങ്ങൾ നബിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഅല്ലംനാ അൽ ഈമാന ഖബ്ല ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ഖുർആൻ എന്തിന് പഠിക്കണം എന്ന് ബോധ്യം വരുന്ന രീതിയിൽ ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഇളം മനസ്സുകളിലേക്ക് ഈമാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈമാൻ പറഞ്ഞു തന്നു. ഈമാൻ എന്തിന് ഉൾക്കൊള്ളണം എന്നത് പഠിപ്പിച്ചു തന്നു. നമ്മൾ ഈമാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ആകുള്ളത് ഈമാൻ കാര്യം 6 എണ്ണമാകുന്നു. പോരല്ലോ, ഈമാൻ കാര്യം 6 എണ്ണമാകുന്നു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം മുതൽ വിധിവിശ്വാസം വരെ 6 കാര്യങ്ങളും കുട്ടികൾ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടി ഈമാൻ കാര്യം പഠിച്ചു എന്നിടത്താണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അതല്ല, എന്താണ് ഈമാനുകൊണ്ട് എന്റെ മക്കളിൽ ഉണ്ടാകേണ്ടത്, എന്നിൽ ഉണ്ടാകേണ്ടത്, എന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് വേർതിരിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയണ്ടേ? എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ പ്രായത്തിന്റെ പരിധി അനുസരിച്ചുകൊണ്ട് കുഞ്ഞു മക്കൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പ്രായങ്ങളുടെ അതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന പ്രായം ഉണ്ടാകുമല്ലോ. ആ പ്രായം ധാരാളമായി മക്കൾ ചോദിക്കുന്ന പ്രായമാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കളുടെ കൂടെ ഇരിക്കാൻ രക്ഷിതാക്കൾക്ക് സമയമുണ്ടാവണം. അവിടെ കൂടെ നടക്കാൻ സമയം ഉണ്ടാവണം. ആ സമയം പോലും ഇല്ലാത്തവണ്ണം നമ്മളൊക്കെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊബൈൽ ഫോണുകൾ സ്വന്തമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, അവരിങ്ങനെ റോഡ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഇരിപ്പിടങ്ങളിൽ അവരിയ്ക്കുന്നുണ്ടാവും, നല്ല കൂട്ടുകാരായിരിക്കും. പക്ഷേ എത്ര കാലമായി നിന്റെ സുഹൃത്തിന്റെ മുഖം കണ്ടിട്ട് എന്ന് ചോദിച്ചാൽ സുഹൃത്തിന്റെ മുഖം കണ്ട ഓർമ്മയില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും. കാരണം എന്താ? ഇവർ സുഹൃത്തുക്കളുടെ മുഖം കാണില്ല, നോക്കുന്നില്ല. വന്നിരുന്നാൽ തന്നെയും 2 കൈയുടെയും കയ്യിൽ എന്തുണ്ടാകും? മൊബൈൽ ഉണ്ടാകും. അതിലേക്കാണ് തല പൂഴ്ത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ.
ഈ ഒരു കാലഘട്ടം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായി കൊണ്ട് എന്ത് വേണം, ഈമാനിക അവബോധം കിട്ടുന്ന രീതിയിൽ നമ്മൾ അധ്വാനിക്കണം. ഒന്ന്, ആ പ്രാപ്തി എത്തിയവർ കൊച്ചുമക്കളാണെങ്കിലോ അവരെ പ്രകൃതിയിലേക്ക് നമ്മൾ കൊണ്ട് നടത്തണം. എന്നിട്ട് പൂമ്പാറ്റകൾ അവർ കാണുമ്പോൾ ആ പൂമ്പാറ്റകളുടെ സൗന്ദര്യം കാണുമ്പോൾ ആ സൗന്ദര്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക. നല്ല സുന്ദരമായ ഒരു പൂവ് കാണുമ്പോൾ ആ പൂവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ആ പൂവിന്റെ പിന്നിലെ കരവിരുത് ഒരു ശക്തിയുടേതാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ, റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അത് നമുക്ക് കഴിയില്ലെങ്കിൽ കഴിയുന്ന രീതിയിലേക്ക് അവരെ നമ്മൾക്ക് ബോധവൽക്കരിക്കാൻ തക്കതായ രീതിയിൽ പല സോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സോഴ്സുകളിലേക്ക് നമ്മൾ മക്കളെ എത്തിക്കണം. ഗാനങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, നല്ല നല്ല ഇസ്ലാമികമായ ഗാനങ്ങൾ അവരെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഇങ്ങനെ അവരെ പരലോകമുണ്ടാക്കുന്ന. അപ്പൊ വെക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. വെക്കേഷൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്റെ മകനെ 10ാം ക്ലാസ്സിലാണ് ട്യൂഷന് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ട്യൂഷന്റെ കാര്യത്തിൽ കുറെ ഫീസ് അവിടെ കൊണ്ടേ കൊടുക്കുന്ന ദിവസം മാത്രം നമ്മൾ അവിടെ ഉണ്ട്. പിന്നെ ഒന്നും അന്വേഷിക്കണില്ല, ട്യൂഷന് എത്തുന്നുണ്ടോ എന്ന് ചോദിക്കണില്ല. ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിലോ വെക്കേഷൻ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് മക്കൾക്ക് പിന്നീട് അവർ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും, പുറമേ നിന്ന് അവരുടെ കൂട്ടുകാരിൽ നിന്ന്, ദുഷിച്ച കൂട്ടുകാരിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും. ഉണ്ടായിക്കൂടല്ലോ. നമുക്ക് ഒരു തെർബിയത്തിന്റെ അടിത്തറ വേണം. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് കൃത്യമായി അവരെ ചാനലൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ചുറ്റുപാടിലേക്ക് തന്നെ ഉറപ്പിച്ചു നിർത്താൻ, അതിന്റെ പ്രാധാന്യം ബോധ്യം വരുന്ന രീതിയിൽ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് ആവണം. അത് ഏത് പ്രായത്തിലുള്ളവരെയും ആ രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അങ്ങനെ അള്ളാഹുവെ കുറിച്ച് ബോധ്യം വരുന്ന നമസ്കാരം എന്നുള്ളത് നമ്മളിപ്പോ അങ്ങനെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ നമ്മുടെ മക്കളുടെ കൂടെ ഒരല്പനേരം ഇരുന്നിട്ട് നീ ഒന്ന് അത്തഹിയ്യാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ആ അത്തഹിയ്യാത്ത് തെറ്റുകൂടാതെ മക്കൾ ചൊല്ലുന്നുണ്ടോ എന്നൊന്ന് നോക്കാൻ നമുക്കറിയുമോ? നമ്മുടെ മക്കൾക്കറിയുമോ? ഇണകൾക്കറിയുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പനേരം ഒന്ന് ഇരുന്നിട്ട് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബ തുടങ്ങുന്ന ആ അത്തഹിയ്യാത്തിന്റെ പ്രാർത്ഥന അത് കൃത്യമായിട്ട് അറിയുമോ? സൂറത്തുൽ ഫാത്തിഹ കൃത്യമായിട്ട് അതിന്റെ തലഫുള്, അതിന്റെ ലഫ്ളുകൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഓതാൻ അറിയുമോ? നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ഒഴിവളകൾ. മക്കളുടെ കൂടെ ഇരിക്കുക എന്നുള്ള ഒരു ഗുണം കൂടി കിട്ടണില്ലേ? ആ കൂടെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ മുൻപാണ് എങ്കിൽ നമ്മുടെ മക്കൾ നമ്മളോട് ഇപ്പോ ഈ LKG-യിലൊക്കെ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മണിയായി അന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ ഉണ്ടായി, ടീച്ചർ എന്തൊക്കെ പറഞ്ഞു, പഠിപ്പിച്ചത് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അതിങ്ങനെ കുറെ പെൺകുട്ടികൾ കുറെ പിന്നെയും ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷെ ആൺകുട്ടികളുടെ ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അല്ല LP UP ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ മക്കളുടെ അടുക്കൽ നിന്ന് ആൺകുട്ടികളാണ് എങ്കിൽ സ്കൂളിൽ നടന്നത് എന്ത് എന്നുള്ളത് ചോദിച്ചാലും ഒന്നോ രണ്ടോ വാക്ക് കിട്ടും. എന്ത് നടക്കുന്നു എന്നുള്ളത് കിട്ടുന്നില്ല, പറയുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അവരോടൊപ്പം ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അതിൽ ഒരു ഉത്തരമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മക്കളോടൊപ്പം ഒന്ന് ഇരിക്കാൻ സമയം കണ്ടെത്തുകയും ആ സമയത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ വരികയും അങ്ങനെ സമയത്ത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ച് ഒരു കുടുംബാന്തരീക്ഷം, മക്കൾക്കൊരു ദീനി ചുറ്റുപാട് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഒരു ഖുത്ബയിൽ സംസാരിക്കുന്ന സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. ആ നിലക്ക് കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലേക്ക് എത്തിക്കാൻ ഈ സംസാരം കൊണ്ട് സാധിച്ചിട്ടുണ്ടാകും. കാരണം ആ വിഷയത്തിൽ ആയത്തുകൾ കേൾപ്പിച്ചിട്ടുണ്ട്, ഹദീസുകൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആ അർത്ഥത്തിൽ മക്കളെ വേണ്ട രീതിയിൽ തർബിയത്ത് കൊടുത്തുകൊണ്ട് ചാനലൈസ് ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ ഞങ്ങളുടെ മക്കൾ ദീനിന്റെ മാർഗത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇഹലോകവാസം വെടിയാൻ രക്ഷിതാക്കൾ എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ ഒരുപാട് വസിയത്തുകൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട കുറെ വസിയത്തുകളുടെ കൂട്ടത്തിൽ ഇന്ന് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന
ആളുകൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹുവേ അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ പരിചയത്തിലുള്ള ഞങ്ങളോട് വസിയത്ത് പറഞ്ഞവരായ എല്ലാ ആളുകൾക്കും നിന്റെ അടുക്കൽ നിന്ന് രോഗശമനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടവർ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ വസിയത്തുകൾ ഉണ്ടാകും. അള്ളാഹുവേ അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞവർ അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു ഈ സമയത്ത്. അവർക്കെല്ലാവർക്കും നിന്റെ അടുക്കൽ അവരുടെ ബർസഖി ജീവിതം നീ നിന്റെ അടുക്കൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ബർസഖി ജീവിതം നൽകി, ഖബർ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.